എല്ലാവർക്കും നമസ്കാരമുണ്ട്. ദീപ ശുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പച്ച ചക്ക 1 വർഷം ഫ്രീസ് ചെയ്ത് വെച്ചതിന് ശേഷം എടുത്ത് വേവിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നതാണ്. രുചി മാറുമോ, പഴയ ടേസ്റ്റ് തന്നെ ഉണ്ടാകുമോ എന്ന് ഞാൻ നിങ്ങളെ അതിന്റെ മുഴുവൻ റിസൾട്ട് കാണിച്ചു തരാം. വീഡിയോ മുഴുവൻ കണ്ട് അഭിപ്രായം പറയണേ. അപ്പൊ നല്ല നാട്ടിലൊക്കെ നല്ല പച്ച ചക്കയുടെ സീസണില് നമ്മൾ കുരു കളഞ്ഞ് നല്ല വിളഞ്ഞ ചക്ക തന്നെ കട്ട് ചെയ്തെടുത്തോണ്ട് വരണേ. കട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഓരോ ചുളയായിട്ട് തന്നെ അതിനെ കുരു കളഞ്ഞെടുക്കണം. അതിനുശേഷം നമ്മൾ ഡയറക്റ്റ് തന്നെ സിപ്ലോ കവറിലാക്കിയിട്ട് നമ്മൾ നേരെ അതിൻ്റെ അകത്ത് എയറെല്ലാം കളഞ്ഞിട്ട് നമ്മൾ കണ്ടല്ലോ ഫ്രീസറിലേക്ക് കയറ്റി വെച്ചാൽ മതി. വീട്ടിൽ നിന്ന് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് അതേ ചക്ക തന്നെ നമ്മൾ ഈ ചില്ലർ കവറിലാക്കി നേരെ നമ്മൾ ഇവിടെ UAE കൊണ്ടുവന്നു. അതിനുശേഷം ഏകദേശം 1 വർഷം ഇവിടെ ഫ്രീസറിലിരുന്ന ചക്കയാണ്. കണ്ടല്ലോ, നല്ല കട്ടിയായിട്ട് തന്നെയാണ് ചക്ക ഇരിക്കുന്നത്. ഒരു 5 മിനിറ്റോളം വെള്ളത്തിലിട്ട് കഴിയുമ്പോഴത്തേന് ഇത് പഴയ പോണക്ക് തന്നെ ചക്കച്ചോള നമ്മൾ സാധാ ഉപയോഗിക്കുന്ന ചക്കച്ചോളയുടെ കൂട്ട് തന്നെ സോഫ്റ്റ് ആയി കിട്ടുമേ. കണ്ടല്ലോ, അതാണിത്. കാരണം നമ്മൾ ഏകദേശം ആ ഒരു ചരുവത്തോളം ചക്ക എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിട്ട് നെകക്ക ചക്ക വെന്ത് വരുമ്പോഴത്തേന് അങ്ങ് കൂടും കേട്ടോ. അപ്പൊ അതനുസരിച്ച് എടുത്ത് ചക്ക വേവിച്ചാൽ മതി. കണ്ടല്ലോ, ചക്ക നമ്മൾ സാധാ അരിയുന്ന പോണക്ക് ഓരോ ചുളയെടുത്ത് ചെറിയ ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പോണക്ക് നമ്മൾ ചക്ക വേവിക്കാൻ അരിയുന്ന രീതിക്ക് തന്നെ. കണ്ടല്ലോ, ചക്കയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വെയിറ്റ് കുറയുകയും ചെയ്യും. ഏകദേശം ഒരു 10 തവണയോളം വേവിക്കാനുള്ള ചക്ക നമ്മുടെ ഫ്രീസറിൽ സെറ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും. അതിനുശേഷം നമ്മൾ ചക്കയെല്ലാം അരിഞ്ഞെടുത്തു. സാധാ ചക്ക വേവിക്കുന്ന കണക്ക് അത് തന്നെ അതിലേക്ക് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തു, ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തു. സാധാ ചക്ക വേവിക്കുന്ന കണക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അല്ലാതെ ഓവറായിട്ടൊന്നും ഉണക്കച്ചക്ക കൊണ്ടുവരുന്ന കണക്കൊന്നും നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട. സാധാ പച്ചച്ചക്ക ചേർക്കുന്ന കണക്ക് തന്നെ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി വെള്ളമേ. കണ്ടല്ലോ, മഞ്ഞപ്പൊടി ഇട്ട് ഉപ്പും ഇട്ട് നമ്മൾ ചക്ക വേവിച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കറിവേപ്പില അങ്ങോട്ട് ഇട്ട്. കണ്ടല്ലോ, സാധാ പച്ചച്ചക്ക നമ്മൾ വേവിക്കുന്ന കണക്കുള്ള ആവി മതി. കാരണം കൂടുതലൊന്നും നേരെ ഇരുന്ന് വേവണ്ട കേട്ടോ. അതിനുശേഷം നമുക്ക് അതിലേക്ക് അരപ്പ് തയ്യാറാക്കാം. ഒരു 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 1/4 സ്പൂണോളം ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ല എരിവുള്ള പച്ചമുളക് ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, എരിവിന്റെ ആവശ്യത്തിന് ഓരോരുത്തർക്കും എരിവ് എത്ര വേണോ അതിന്റെ അനുസരിച്ച് പച്ചമുളക് എടുക്കാമേ. കണ്ടല്ലോ, പച്ചമുളകും അങ്ങോട്ട് എടുത്തിട്ട് ലേശം ഉപ്പും കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് വേണം. ചക്കയ്ക്ക് നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇപ്പൊ ഈ അരപ്പിന് വേണ്ടിയുള്ള ഉപ്പും കൂടെ ചേർത്ത് അങ്ങോട്ട് ചതച്ചെടുക്കാവേ. ഈ അരപ്പിന് വേണ്ടിയുള്ള 1/4 സ്പൂണോളം മഞ്ഞപ്പൊടിയും ചേർത്ത് നമ്മൾ എന്നിട്ടൊന്ന് ചതയ്ക്കണേ. കാരണം ഉപ്പ് ചേർത്ത് ചതയ്ക്കുമ്പോൾ പെട്ടെന്ന് അത് നല്ലതായിട്ട് ചതഞ്ഞു വരുവേ. നല്ലതായിട്ട് തന്നെ അങ്ങോട്ട് ചതച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള തിരുമി വെച്ച് തേങ്ങ അങ്ങോട്ട് ചേർക്കുവാണ്. കാരണം പച്ച ചക്കയാകുമ്പോൾ നമ്മൾ സാധാരണ തേങ്ങ ഇച്ചിരി ഏറെ ചേർക്കണം. ഉണക്ക കപ്പ വേവിക്കുന്ന കണക്കും പച്ച ചീനി വേവിക്കുന്ന കണക്കല്ല, ചക്കയ്ക്ക് തേങ്ങ കൂടുതൽ വേണം. അപ്പൊ നമ്മളൊരു 1/2 മുറിയോളം തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം വെന്ത ചക്കയിലോട്ട് നമ്മൾ ആ അരപ്പ് ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് തല്ലി പൊത്തി വെക്കണേ. വീണ്ടും ഞാൻ പറയാം, സാധാ പച്ചച്ചക്ക നാട്ടില് ഡയറക്റ്റ് നമ്മൾ പ്ലാവേന്ന് പറിച്ച് വേവിക്കുന്ന പോണക്ക് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. ആ ഒരു വേവ് മതി ഈ നമ്മൾ ഫ്രീസ് ചെയ്ത ചക്കയ്ക്കും കേട്ടോ. അതെല്ലാം തല്ലി പൊത്തി അങ്ങോട്ട് വെച്ച് ഒരു ആവിയും കൂടെ അങ്ങോട്ട് കയറട്ടെ. ഏകദേശം അരപ്പെല്ലാം ഒന്ന് വെന്തിട്ടുണ്ട്. കണ്ടല്ലോ, നല്ലതായിട്ട് പുകയെല്ലാം വരുന്നത് കണ്ടല്ലോ. അപ്പം നമുക്ക് ആ ആവിയൊക്കെ വരുന്ന സമയത്തേക്ക് നല്ല പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ ചേർക്കുന്നത് അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കാം. കാരണം കൂടുതൽ വെളിച്ചെണ്ണ ചേർത്താൽ അത്രയും ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർക്ക് ലേശം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. വെളിച്ചെണ്ണ എത്ര ചക്കയ്ക്ക് കുഴയ്ക്കുമ്പോൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാലും അത്രയ്ക്ക് ടേസ്റ്റ് കിട്ടുമേ. കണ്ടല്ലോ, ഇത് നല്ലതായിട്ട് അങ്ങോട്ട് ഒരു തടിയുടെ കൈ വെച്ചിട്ട് അങ്ങോട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ.
നല്ല പച്ച ചക്ക വേവിക്കുന്ന കണക്ക് പച്ച ചക്കയുടെ ടേസ്റ്റിൽ തന്നെ നന്നായിട്ട് കുഴഞ്ഞ് നമുക്ക് ചക്ക കിട്ടും. അപ്പൊ നമുക്ക് ഇപ്പം ചക്കയില്ല UAE-ലാന്ന് പറഞ്ഞിട്ട് ആരും വിഷമിക്കേണ്ട. ഇങ്ങനെ തന്നെ എല്ലാവരും ഒന്ന് ഫ്രീസ് ചെയ്ത് കൊണ്ടുവന്ന് നോക്കി അടിപൊളിയായിട്ട് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് എല്ലാവർക്കും ബൈ.